നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS പുരാരിക്കുന്നത്. അതായത് ഇന്ന് 7/3/2025. ഇന്നു മുതൽ ചില നക്ഷത്രക്കാർക്ക് 8 ദിവസത്തിനുള്ളിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ധനസംബന്ധിയായി, മംഗല്യകാരകമായി, വസ്തു വാഹന ഗൃഹ സംബന്ധമായി ഒക്കെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടക്കാനുള്ള ഒരു വളരെ വലിയ മാറ്റം വ്യാഴത്തിന് വരുന്നു. ഈ താഴെ പറയുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം പൂർണ്ണമായി ബലവാനായി വരുന്നു. ഏതൊരു വ്യക്തിയുടെ ജാതകം നമ്മൾ എടുത്ത് പരിശോധിച്ചാലും ആ ജാതകത്തിൽ വ്യാഴം പൂർണ്ണ ബലവാനാണെങ്കിൽ പൂർണ്ണമായിട്ട് അയാൾക്ക് ധന അഭിവൃദ്ധിയും കുടുംബ അഭിവൃദ്ധിയും ഒക്കെ വന്ന് സംഭവിക്കും. പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇതിൽ നിന്നും വന്ന് ഭവിക്കുന്നത്. ശരിക്കും നമ്മൾ ജാതകങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വ്യാഴം, ബുധൻ, ശുക്രൻ, ചന്ദ്രൻ ഈ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനം ഗണ്യമായി പരിശോധിക്കാറുണ്ട്. അപ്രകാരം പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥ ഫലങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പം ഈ വ്യാഴത്തിൻ്റെ ബലം ചില നക്ഷത്രക്കാർക്ക് 8 ദിവസം കൊണ്ട് ധനപരമായും മറ്റ് കുലപരമായും മുടങ്ങിക്കിടന്നതായ പല കാര്യങ്ങളും നടക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നു. ഈ ജന്മരാശിയിൽ ഗ്രഹങ്ങളുടെ പൂർണ്ണത തെളിഞ്ഞു വരുമ്പോഴാണ് ശരിക്കും ഫലം പൂർണ്ണമായി നമുക്ക് ഗുണകരാവസ്ഥയിൽ ലഭിക്കുന്നത്. നമ്മൾ പറയും ധനത്തിൻ്റെ ആഗമനം പല രൂപത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ജന്മരാശിയിൽ വരുന്ന ഉത്തമസ്ഥിതിയുടെ ഫലമാണ് അതൊക്കെ. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ താഴെ പറയുന്ന നക്ഷത്രങ്ങളിൽ പൂർണ്ണമായി മാറ്റം വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇന്നു മുതൽ. ശരിക്കും വളരെയേറെ ഫലവത്തായ ഒരു വ്യാഴമാറ്റാണ് അവർക്ക് വരുന്നത്. വ്യാഴത്തിൻ്റെ ബലത്വം ഏറുന്നതോടൊപ്പം ചില നക്ഷത്രങ്ങളിൽ വരുന്ന പൂർണ്ണമായ ഒരു ഉയർച്ചയും ഉന്നതിയും ഐശ്വര്യങ്ങളും എന്ന് വേണം നമ്മൾ പറയാൻ. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. 8 ദിവസത്തിനുള്ളിൽ അത് നടക്കുകയും ചെയ്യും. അശ്വതി, ഭരണി, കാർത്തിക, പുണർദം, പൂയം, ആയില്യം, ഉത്തരം, അത്തം, ചിത്തിര ഇത്രയും നക്ഷത്രങ്ങൾക്കാണ് ഈ പൂർണ്ണമായിട്ട് ഒരു മാറ്റം വരുന്നത്. അപ്പം എല്ലാവരും നക്ഷത്ര ദേവന്മാരെ ഭജിക്കുകയും അതിലുപരി കുല സങ്കേതങ്ങളിൽ വേണ്ടുന്ന വഴിപാടുകൾ നടത്തുകയും അവനവൻ്റെ മതവിശ്വാസത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുക. ഉത്തമ ഫലം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.